ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺജുഗേറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഡിസോർഡേഴ്സിനെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് അതിലാദ്യം നമുക്ക് നോക്കാനുള്ളത് ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് ഫ്യൂഷൻ ഓഫ് ടിഷ്യൂസ് ആൻഡ് ബോണി സ്ട്രക്ചർ ഇൻ ദ എംബ്രിയോണിക് പീരീഡ്. അതായത് നമ്മുടെ ബേബി എംബ്രിയോ ആയിരുന്ന സമയത്ത് തന്നെ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഫ്യൂഷൻ ഉണ്ടാകാത്തതാണ് ഈ ഒരു അബ്നോർമൽ ഓപ്പണിങ്ങിന് കാരണം. നമ്മുടെ ബേബി ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ലിപ്പിലും പാലറ്റിലും അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഓപ്പണിങ്. ഇത് യൂണിലാറ്ററൽ ആയിട്ടും ആയിരിക്കും, അല്ലെങ്കിൽ ബൈലാറ്ററൽ ആയിട്ടായിരിക്കും. ഇനിയും ഇതിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി കാണുന്നത് ഹെറിഡിറ്ററി ആയിട്ടാണ്. പിന്നെ ചില എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. റുബെല്ല വൈറസ് അല്ലെങ്കിൽ ടെററ്റോജെനറ്റിക്കലി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പേരൻസിൻ്റെ ബേബിക്ക് ഈ ഡിസീസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ റിപ്പയർ നമുക്ക് സർജിക്കലി മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ചിലപ്പോൾ ചെറിയൊരു സെപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ആയിരിക്കും. ബേബിയുടെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ചേഞ്ചസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്ന ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ സർജിക്കൽ റിപ്പയർ ആകും. ലിപ്പ് നമുക്ക് 3 to 6 months ആകുമ്പോൾ തന്നെ ചെയ്യാം. പിന്നെ ചെയ്യുന്നതാണ് ക്ലെഫ്റ്റ് പാലറ്റ്. ഇത് നമ്മൾ 6 months സ്റ്റാർട്ട് ചെയ്ത് 24 months ആകുമ്പോഴാണ് സർജറി അവർ ചെയ്യുന്നത്. അവരുടെ ഹിയറിംഗ് ലോസ് ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കഴിവതും നേരത്തെ തന്നെ സർജറി ചെയ്യുക. ഇനി നമുക്ക് ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ് ദ ബേബിയുടെ സക്കിംഗ് എബിലിറ്റി, സ്വാലോയിങ് എബിലിറ്റി, ബ്രീത്തിങ്, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. ബേബിയുടെ കലോറി, വെയിറ്റ്, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക. ഫീഡിങ് ടെക്നിക്ക് മോഡിഫൈ ചെയ്യുക. ബിക്കോസ് ദർ ഈസ് ഹൈ ചാൻസ് ഓഫ് റെസ്പിറേഷൻ ഡിസോർഡേഴ്സ്. വി ക്യാൻ എൻകറേജ് ദ മദർ ടു എക്സ്പ്രസ് ദ ബേബി കൺസേൺ about the baby. എൽബോ റിസ്ട്രെയിൻസ് നമുക്ക് ഉപയോഗിക്കാം. കംപ്ലീറ്റ് മോണിറ്ററിങ് ഉണ്ടായിരിക്കണം. സർജിക്കൽ സൈറ്റ് പ്രൊട്ടക്ഷനും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.